Good morning. Electrical measuring instruments in the lecture like എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡൈനാമോമീറ്ററിന്റെ വാട്ട്മീറ്ററിന്റെ ടോർക്ക് ഇക്വേഷനെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. വാട്ട്മീറ്ററിന്റെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചിരുന്നു നമ്മൾ ഇലക്ട്രിക്കൽ ഇൻപുട്ട് എനർജി അപ്ലൈ ചെയ്യുമ്പോൾ മൂവിംഗ് കോയിൽ ഡെവലപ്പ് ചെയ്യുന്ന മെക്കാനിക്കൽ എനർജി ഇക്വേഷൻ I1 × I2 × dm, അതായത് പ്രഷർ കോയിലെ കറണ്ട് ഇൻറ്റു കറണ്ട് കോയിലെ കറണ്ട് ഇൻറ്റു ചേഞ്ച് ഇൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഈ മെക്കാനിക്കൽ എനർജിയാണ് നമ്മുടെ മൂവിംഗ് കോയിൽ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഈ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വർക്ക് അതിന് നമുക്ക് ടോർക്ക് ഇൻറ്റു റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗിൾ, അതായത് ചെറിയൊരു ആംഗിൾ ഡി തീറ്റ ഒരു ആംഗിൾ നമ്മുടെ മൂവിംഗ് കോയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ പോയിൻ്റർ ഒരു ഡി തീറ്റ എന്നുള്ളൊരു ചെറിയ ആംഗിൾ മൂവ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ മൂവ് ചെയ്യുന്ന ആ വർക്ക് ചെയ്യുന്ന വർക്കിന് നമുക്ക് ടോർക്ക് ഇൻറ്റു ആംഗുലർ ഡിസ്റ്റൻസ്, അതായത് TA × d തീറ്റ എന്ന് എഴുതാം. ഈ ഇൻപുട്ട് എനർജിയാണ് ശരിക്കും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഡെവലപ്പ് ചെയ്ത മെക്കാനിക്കൽ എനർജി ഈക്വൽ ടു വർക്ക് ഡൺ, അതായത് TA d തീറ്റ ഈക്വൽ ടു I1 × I2 × dm എന്ന് എഴുതാം. അതിൽ നിന്ന് നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TA ഇക്വേഷൻ I1 × I2 × dm/d തീറ്റ എന്ന് കിട്ടും. അതായത് രണ്ട് കോയിലിലെയും കൂടെ പോകുന്ന കറണ്ടിൻ്റെ പ്രോഡക്റ്റ് ഇൻറ്റു ചേഞ്ച് ഇൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിത്ത് റെസ്പെക്ട് ചേഞ്ച് ഇൻ ആംഗിൾ. ഇതാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചത്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ ഈ ഇക്വേഷൻ, ഈ കണ്ടുപിടിച്ച ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് DC സപ്ലൈ, അതായത് നമ്മൾ വാട്ട് മീറ്റർ ഒരു DC പവർ സപ്ലൈ കണക്ട് ചെയ്യണം. DC നെറ്റ്വർക്കിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് I1 എന്നുള്ളത് ഫിക്സഡ് കോയിലിൽ കൂടെ പോകുന്ന കറണ്ടാണെന്ന് നമുക്ക് കണക്കാക്കാം. അതുപോലെ I2 എന്നുള്ളത് മൂവിംഗ് കോയിലിൽ കൂടെ പോകുന്ന കറണ്ട് നമ്മൾ I2 റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ അങ്ങനെയാണെങ്കിൽ TD എന്ന് പറഞ്ഞാൽ I1 × I2 × dm/d തീറ്റ. ഈ ഇക്വേഷൻ നമുക്ക് മനസ്സിലാവും. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ എപ്പോഴും രണ്ട് കോയിലിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ പ്രൊഡക്റ്റിനും അതേപോലെ ചേഞ്ച് ഇൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ ആംഗിൾ, ഈ ടൈമിനെല്ലാം ഡയറക്റ്റ്ലി പ്രപ്പോർഷനിലായിരിക്കും. നമ്മൾ കഴിഞ്ഞ നേരത്തെ ലെക്ചർ പറഞ്ഞിരുന്നു നമ്മുടെ പോയിൻ്റർ വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്, അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പോയിൻ്റർ മൂവ് ചെയ്ത് തുടങ്ങും. പക്ഷേ ആ പോയിൻ്റർ കറക്റ്റായിട്ടുള്ള നമ്മുടെ റീഡിങ് കാണിക്കുന്ന പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരു സ്പ്രിങ്, ഒരു കൺട്രോളിംഗ് ടോർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു കൺട്രോളിംഗ് ടോർക്ക് നമ്മളൊരു സ്പ്രിങ് ഉപയോഗിച്ച് നമ്മൾ മൂവിംഗ് കോയിൽ ഡൈനാമോമീറ്ററിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ രണ്ട് ടോർക്ക് കൂടെ സെയിം ആകുന്ന പോയിന്റിലായിരിക്കും നമ്മുടെ പോയിൻ്റർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതായിരിക്കും നമ്മുടെ റീഡിങ്. നമ്മൾ സ്പ്രിംഗ് കൺട്രോൾ ടോർക്ക് ഉപയോഗിക്കുമ്പോൾ സ്പ്രിങ് കാരണം ഉണ്ടാകുന്ന കൺട്രോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ TC = K × തീറ്റ നമുക്ക് പറയാം. അത് K എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് എന്ന് പറയും. അത് സ്പ്രിങ്ങിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ സ്പ്രിംഗ് കൺട്രോൾ ഉപയോഗിച്ച് നമ്മൾ ഏതൊരു എക്യുപ്മെൻറ്റ്, ഏതൊരു മീറ്റർ നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചാലും അതിൻ്റെ കൺട്രോൾ ടോർക്ക് എപ്പോഴും TC = K തീറ്റ എന്ന ഇക്വേഷനാണ്. ഒരു അമ്മീറ്റർ ആയാലും വോൾട്ട് മീറ്റർ ആയാലും ഏതൊരു മീറ്റർ ആയാലും സ്പ്രിംഗ് കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ ഇത് തന്നെയാണ് എപ്പോഴും. അതേപോലെ മറ്റൊരു കൺട്രോളിംഗ് ടോർക്കാണ് ഗ്രാവിറ്റേഷണൽ കൺട്രോൾ. ഈ ഗ്രാവിറ്റേഷണൽ കൺട്രോൾ ആണെങ്കിൽ അതിൻ്റെ കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ TC = K × sin തീറ്റ എന്ന് വരും. ഈ ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ TC K × തീറ്റ, ഗ്രാവിറ്റേഷൻ കൺട്രോൾ ആണെങ്കിൽ TC = K × sin തീറ്റ. അപ്പോൾ നമുക്കറിയാം ഫൈനൽ പൊസിഷനിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൺട്രോളിംഗ് ടോർക്കിന് ഈക്വലാണ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? I1 × I2 × dm/d തീറ്റ. അതേപോലെ കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ K × തീറ്റ. നമുക്ക് ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഡിഗ്രിയാണ് നമ്മുടെ പോയിൻ്റർ മൂവ് ചെയ്യുന്നത്. അപ്പം ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് തീറ്റയുടെ വാല്യൂ തീറ്റ = I1 × I2 / K × dm/d തീറ്റ എന്ന് എഴുതാം. അതായത് നമ്മൾ K തീറ്റയിലെ Kയുടെ വാല്യൂ ഇപ്പുറത്തെ സൈഡ് ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് ഓരോ പ്രഷർ കോയിലൂടെ കണ്ടുപിടിക്കുന്ന കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ പോയിൻ്റർ ഏത് പോയിന്റ് വരെ പോകുന്നു, അതായത് എത്ര ഡിഗ്രി തിരിവ് നമുക്ക് ഈ ഇക്വേഷൻ മനസ്സിലായി. ഇതിനനുസരിച്ച് നമുക്ക് നമ്മുടെ വാട്ട് മീറ്ററിലെ പോയിന്റ്സ് മാർക്ക് ചെയ്യാം. അതാണ് കാലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിപ്പിച്ച I1 I2 dm/d തീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ വരെ പഠിച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ഡിഫ്ലക്റ്റിംഗ് ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അതിപ്പം DC നെറ്റ്വർക്കിലാണെങ്കിൽ DC പവർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടം വരെ എഴുതുക. അടുത്ത് നമുക്ക് AC പവറിന് എങ്ങനെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കണ്ടുപിടിക്കുന്നു. AC വേവ് ഫോം നേരത്തെ ഒരു ലെക്ചർ ഞാൻ കാണിച്ചിരുന്നു. അതായത് ഒരു സൈനസോയ്ഡൽ വേവ് ഫോം ആയിരിക്കും AC എന്ന് പറയുന്നത്. നമുക്ക് കണ്ട രണ്ട്
വേവ് ഫോം പറയും. ഒന്നാമത്തെ വേവ് ഫോം നമ്മൾ I1, റെഡ് കളറിലുള്ള വേവ് ഫോം നമ്മൾ I1 എന്ന് പറയുന്നു. രണ്ടാമത്തെ ബ്ലൂ കളറിലുള്ള വേവ് ഫോം നമ്മൾ I2 എന്ന് പറയുന്നു. ഒരു സൈനസോയ്ഡൽ വേവ് ഫോമിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ നമ്മളെപ്പോഴും ആ വേവ് ഫോമിൻ്റെ മാക്സിമം വാല്യൂ ഇൻറ്റു സൈൻ ഒമേഗ ടി. അതായത് I1 എന്നുള്ള വേവ് ഫോം, അതായത് ഈ റെഡ് കളറിലുള്ള വേവ് ഫോമിൻ്റെ ഈ പോയിന്റ് മാക്സിമം പോയിന്റുള്ള വാല്യൂ എന്ന് പറയുന്നതാണ് IM1. മാക്സിമം എത്രയാണോ നമ്മൾ നോക്കുമ്പോൾ IM1 ആണെങ്കിൽ ഈ വേവ് ഫോമിൻ്റെ ഇക്വേഷൻ നമ്മൾ പറയുന്നത് IM1 ഇൻറ്റു സൈൻ ഒമേഗ ടി. അതേപോലെ രണ്ടാമത്തെ വേവ് ഫോം ബ്ലൂ വേവ് ഫോമിലുള്ളതിൻ്റെ മാക്സിമം വാല്യൂ IM2 വേറൊരു വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ വേവ് ഫോം കണ്ടറിയാം, അത് 0 എന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വേവ് ഫോം 0 ടച്ച് ചെയ്യുന്നത് റെഡ് വേവ് ഫോം 0 ടച്ച് ചെയ്തതിന് ശേഷം 5 ആംഗിൾ കടന്നതിന് ശേഷമാണ്. ആ 5 നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും ആംഗിൾ ശരിക്കും 5 എന്നുള്ളൊരു ആംഗിളാണ്. ഈ 5 ആംഗിൾ കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത്തെ വേവ് ഫോം ബ്ലൂ കളർ വേവ് ഫോം നമ്മൾ 0 ടച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ വേവ് ഫോം ഇക്വേഷൻ എഴുതുമ്പോൾ IM2 ഇൻറ്റു സൈൻ ഒമേഗ ടി മൈനസ് 5 എന്ന് എഴുതും. ഇനി ഈ ബ്ലൂ ഫോം ഈ റെഡ് കളർ ടച്ച് ചെയ്തതിന് മുമ്പേ ടച്ച് ചെയ്തിരുന്നത് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ, അതായത് ഈ പോയിന്റ് ഇവിടെ വല്ലതായിരുന്നെങ്കിൽ ഇത്രയും 5 ഡിഗ്രി ആണെങ്കിൽ നമ്മളതിനെ IM2 സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് എഴുതും. ഇങ്ങനെയാണ് നമ്മൾ AC വേവ് ഫോമിൻ്റെ ഇക്വേഷൻ എഴുതുന്നത്. ഇതിനെപ്പറ്റി നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളുടെ FACക്ക് അത് പഠിക്കുന്നതാണ്. നമ്മൾ ശരിക്കും AC വോൾട്ടേജോ അല്ലെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ പറയുമ്പോൾ നമ്മൾ മാക്സിമം വാല്യൂ അല്ല പറയുന്നത്. നമ്മൾ ഇക്വേഷനകത്ത് IM1 IM2 സൈനസോയ്ഡൽ വേവ് ഫോം നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറയുമെങ്കിലും നമ്മളിപ്പോൾ വീട്ടിൽ 230 വോൾട്ട് സപ്ലൈ എന്ന് പറയും. 230 വോൾട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ RMS വാല്യൂ എന്ന് പറയും. എന്നുവെച്ചാൽ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറയും. ആ RMS വാല്യൂ കണ്ടുപിടിക്കുന്നത് മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ √2. അതായത് I1 എന്നുള്ളത് നമ്മുടെ ഈ ക്യാപിറ്റൽ I1 എഴുതിയേക്കുന്നതായി ഈ ക്യാപിറ്റൽ I1 എഴുതിയേക്കുന്നത് നമ്മുടെ ആദ്യത്തെ വേവ് ഫോമിൻ്റെ RMS വാല്യൂ ആണെങ്കിൽ RMS വാല്യൂ കണ്ടുപിടിക്കുന്നതെങ്കിൽ മാക്സിമം വാല്യൂ അതായത് IM1 ഡിവൈഡ് ബൈ √2 ചെയ്താൽ മതി. അതായത് രണ്ടാമത്തെ വേവ് ഫോമിൻ്റെ ആണെങ്കിൽ I2 RMS വാല്യൂ രണ്ടാമത്തെ വേവ് ഫോമെങ്കിൽ IM2 ഡിവൈഡ് ബൈ √2. അതായത് മാക്സിമം വാല്യൂ ഡിവൈഡ് ബൈ നമുക്ക് √2 ചെയ്യുവാണെങ്കിൽ ആ കറണ്ടിൻ്റെ RMS വാല്യൂ കിട്ടും. അതുപോലെ നമ്മൾ വീട്ടിൽ എടുത്തേക്കുന്ന 230 വോൾട്ട് എന്ന് പറഞ്ഞാൽ RMS വാല്യൂ ആണ്. അതായത് നമ്മൾ അതിൻ്റെ ശരിക്കും ആ വേവ് ഫോമിന് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്നത് 230 ഇൻറ്റു √2 വെച്ചിട്ടുണ്ട്. അപ്പോൾ RMS വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാൻ എനിക്ക് മനസ്സിലായെന്ന് വരുന്നു. മാക്സിമം വാല്യൂ നമ്മുടെ വേവ് ഫോമിൻ്റെ ഇക്വേഷനകത്ത് എക്സ്പ്രഷനകത്തുള്ള വാല്യൂ ഡിവൈഡ് ബൈ √2 ചെയ്ത് നമുക്ക് ആ കറണ്ടിൻ്റെ അല്ലെങ്കിൽ ആ ക്വാണ്ടിറ്റിയുടെ RMS വാല്യൂ. നമ്മൾ രണ്ട് ടൈപ്പ് കറണ്ട് കണ്ടു. ഒന്നാമത്തെ കറണ്ട് I1 എന്നുള്ള കറണ്ട് നമ്മുടെ പ്രഷർ കോയിൽ കൂടെ പോകുന്ന കറണ്ടെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ കറണ്ട് I2 എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ട് കോയിൽ കൂടെ പോകുന്ന കറണ്ടെന്ന് വിചാരിക്കുക. രണ്ടിൻ്റെ അക്രോസ് ഒരു ഫേസ് ഡിഫറൻസ് 5, അതായത് ഒരു 5 ആംഗിൾ ഡിഫറൻസ് ഉണ്ട്. രണ്ടെണ്ണം 0 പോയിൻറ്റ് ക്രോസ് ചെയ്യാൻ. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് വർക്കിൻ്റെ ഇക്വേഷൻ TD എന്ന് പറഞ്ഞാൽ I1 ഇൻറ്റു I2 ഇൻറ്റു cos 5 ഇൻറ്റു dm/dθ എന്നായിരിക്കും. അതായത് ആദ്യത്തെ കറണ്ടിൻ്റെ RMS വാല്യൂ ഇൻറ്റു രണ്ടാമത്തെ കറണ്ടിൻ്റെ RMS വാല്യൂ ഇൻറ്റു ഈ രണ്ടിൻ്റെ ഫേസ് ഡിഫറൻസ്. എത്ര ഫേസ് ഡിഫറൻസ് ആണ്? 5 ഫേസ് ഡിഫറൻസ് ആണെങ്കിൽ അതിൻ്റെ കൊസൈൻ ഇൻറ്റു dm/dθ. ഈ cos 5 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ശരിക്കും പവർ ഫാക്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ FACക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഇനി നമുക്ക് കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ അറിയാം. TC എന്ന് പറഞ്ഞാൽ K θ ആണ്. അത് സ്പ്രിംഗ് കൺട്രോൾ ഉപയോഗിക്കുന്ന ഏതൊരു ഡിവൈസിനകത്തും K θ ആണ്. ഫൈനൽ പൊസിഷനിൽ കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആകും. ആ പോയിന്റിൽ നമുക്ക് I1 I2 cos 5 dm/dθ ഈക്വൽ ടു K θ എന്ന് എഴുതാം. ഇങ്ങനെയാണെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ആംഗിൾ θ എന്ന് പറഞ്ഞാൽ I1 I2 ബൈ K ഇൻറ്റു cos 5 ഇൻറ്റു dm/dθ. ഇതാണൊരു AC സർക്യൂട്ടിൽ AC പവർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫ്ലക്റ്റിംഗ് ആംഗിളിൻ്റെ ഇക്വേഷൻ. അതായത് ഓരോ കോയിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ RMS വാല്യൂ ഇൻറ്റു ഈ രണ്ട് കറണ്ടിൻ്റെ അക്രോസ് ഉള്ള ഫേസ് ഡിഫറൻസിൻ്റെ അല്ലെങ്കിൽ ഫേസ് ആംഗിളിൻ്റെ കൊസൈൻ ഇൻറ്റു dm/dθ ഡിവൈഡ് ബൈ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. നമുക്കൊരു ഡൈനാമീറ്റർ വാട്ട് മീറ്ററിനകത്ത് അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം വെച്ച് ഇതേ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്ക് തൽക്കാലം ഒരു AC പവർ കാൽക്കുലേറ്റ് ചെയ്യുന്ന വിചാരിക്കാം. ആണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷനുകൾ പഠിച്ചു. I1 I2 cos 5 dm/dθ. ഇനിയിപ്പോൾ ഒരു DC പവർ ആണെങ്കിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. cos 5 എന്നുള്ളൊരു ടൈമില്ല. I1 I2 എൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് DC കറണ്ടിനാണ്. ഈ കേസിൽ അതൊരു RMS കറണ്ടാണ്. അപ്പോൾ നമുക്ക് കറണ്ട് കോയിൽ കൂടെ പോകുന്ന കറണ്ട് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട് IC. IC എന്നുള്ളത് കറണ്ട് കോയിൽ കൂടെ പോകുന്ന കറണ്ടിന് RMS വാല്യൂ എഴുതുക. അതേപോലെ IP എന്ന് പറയുന്നത് പ്രഷർ കോയിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ RMS വാല്യൂ ആണ്. ഈ രണ്ട് കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 5 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ IC ഇൻറ്റു IP ഇൻറ്റു cos 5 ഇൻറ്റു dm/dθ.
ഇപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാം, നമ്മൾ പ്രഷർ കോയിൽ അപ്ലൈ ചെയ്തേക്കുന്നത് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത് വോൾട്ടേജ് സോഴ്സിന് അക്രോസ് ആയിട്ടാണ്. ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ വാല്യൂ വി ആണെന്ന് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. വി എന്നുള്ളത് RMS വാല്യൂ ആണ്. അങ്ങനെ ഐ പിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വി ഡിവൈഡ് ബൈ നമ്മുടെ പ്രഷർ കോയിലെ റെസിസ്റ്റൻസ് RP, വി ഡിവൈഡ് ബൈ RP നമുക്ക് ഐ പിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്ക് ഐ പിക്ക് നമ്മൾ ഈ വി ബൈ RP എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയ TD = IC/IP cos ∅ dm/dθ എന്നുള്ള ഇക്വേഷൻ, അത് ഐ പിക്ക് വരെ നമ്മൾ വി ബൈ RP നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് IC × വി ബൈ RP cos ∅ dm/dθ എന്ന് കിട്ടി. കൺട്രോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ T = K∅ ആണെന്നറിയാം, വേർ K is the spring constant. അപ്പം നമ്മുടെ ഫൈനൽ ഡിഫ്ലക്റ്റിംഗ് പോയിന്റ് TC TD ഈക്വലായിരിക്കും, ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോൾ ടോർക്കും ഈക്വലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തീറ്റയുടെ വാല്യൂ IC × V / KRP cos ∅ dm/dθ, അതായത് TD IC V / RP cos ∅ dm/dθ × K∅ എന്ന് ഇക്വേഷൻ എഴുതി ആ കെയുടെ വാല്യൂ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് തീറ്റ = കറണ്ട് കോയിൽ കൂടെ പോകുന്ന കറണ്ട് ഇൻറ്റു പ്രഷർ കോയിലിനെ ക്രോസ് അപ്ലൈ ചെയ്തേക്കുന്ന വോൾട്ടേജ് ഡിവൈഡ് ബൈ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു പ്രഷർ കോയിൽ റെസിസ്റ്റൻസ് ഇൻറ്റു cos ∅ dm/dθ. ഇത് നമുക്ക് നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ആംഗിളിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി നിങ്ങളോട് വാട്ട് മീറ്ററിൻ്റെ ഡൈനാമിക് ടൈപ്പ് വാട്ട് മീറ്ററിൻ്റെ ഡിഫ്ലക്റ്റിംഗ് ആംഗിൾ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വരെയാണ് ഡെറിവേഷൻ എഴുതേണ്ടത്. അഥവാ നിങ്ങളോട് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി ഞാൻ ചോദിക്കുന്നെങ്കിൽ കഴിഞ്ഞ ലെക്ചറിൽ പഠിപ്പിച്ച TA = I2 × dm/dθ എന്നുള്ള ഇക്വേഷൻ വരെ എഴുതിയാൽ മതി. നിങ്ങൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് വേണം ഡെറിവേഷൻ ഇവിടെ വരെ എഴുതണം എന്നുള്ളത് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഇന്ന് തരുന്ന ടാസ്ക് എന്താണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, എന്താണ് കൺട്രോളിംഗ് ടോർക്ക് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ എഴുതുക. നിങ്ങൾ ഇതിനകം ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിപ്പിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. പഠിപ്പിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, അതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് കിട്ടും. ഈ രണ്ടും എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട നമുക്ക് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ കൺട്രോളിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ അല്ലെ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നിങ്ങളൊരു വൈറ്റ് പേപ്പർ എഴുതി അപ്ലോഡ് ചെയ്യുക. അടുത്ത ലെക്ചർ കാണുന്നവരെ താങ്ക് യു.